ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയം ജേണി. എംപുരാൻ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ എംപുരാനെ കുറിച്ച് മാത്രമാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എംപുരാനെ കുറിച്ച് ഒരു അപ്ഡേറ്റ്. ആക്ച്വലി പൃഥ്വിയുടെ മെയിൻ ബുദ്ധി തലച്ചോറ് പ്രവർത്തിച്ചതേ എങ്ങനെയാണ്? ഇതിനേക്കാൾ കൂടുതൽ വലിയൊരു അപ്ഡേറ്റ് വേണോ? എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എംപുരാനെ കുറിച്ച് തന്നെയാണ്. മീഡിയ എവിടെ നോക്കിക്കഴിഞ്ഞാൽ എംപുരാനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുറെ അപ്ഡേറ്റ്സ് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ലൈക്ക പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടിരുന്നു. ലൈക്കനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, ഇപ്പൊ എന്തായി? പണി പാളിയില്ലേ? നമ്മള് ഇന്നലെ മിനിഞ്ഞാന്നാണ് തോന്നുന്നു ഒരു വീഡിയോ ചെയ്ത സമയത്ത് ലൈക്ക് എന്ത് സംഭവിച്ചു, എംബ്രാന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നില്ല കറക്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് അതിൽ ലൈക്കയുടെ പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ലാസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള 2-3 സിനിമകൾ, അത് ഇന്ത്യൻ 2 ആണെങ്കിലും വേട്ടയൻ ആണെങ്കിലും അതല്ലാതെ വിടാമോറിച്ചാണെങ്കിലും ഒക്കെ വൻ ഫ്ലോപ്പാണ്. അപ്പൊ അങ്ങനെ വലിയ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർ 90 കോടി ആവശ്യപ്പെട്ട് ഓവർസീസ് ചെയ്ത സമയത്ത് ഒരാളും അത് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ലൈക്കുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ പുറത്തുള്ള ഒരാളുകളും അതിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ എന്നുള്ള പാൻ വേൾഡ് രീതിയിലാണെങ്കിലും ഇത് റിലീസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരാളും കൂടെ നിൽക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് എംപുരാൻ ഉണ്ടായിരുന്നത് എന്നുള്ളത്. കാരണം നമുക്കറിയാം ലൂസിഫർ വലിയ ചിത്രമാണ്, എംപുരാനും വലിയ ചിത്രമായിരിക്കും. ഈ സിനിമ മുഴുവനായിട്ട് കാണിച്ചു കൊടുത്തിട്ട് കണ്ടിട്ട് ഇത് സൂപ്പറോടാണ്, ഇത് നിങ്ങൾ ഓഫീസ് എടുക്കുന്നു പറഞ്ഞിട്ടൊന്നല്ലോ എടുക്കുക. അത് നമ്മൾ കച്ചവടം ചെയ്യുന്ന ആ രീതിയിലല്ലല്ലോ. ഇതിന്റെ ട്രെയിലർ അല്ലെങ്കിൽ അതിനായിട്ട് വെച്ചിട്ടുള്ള ചില കട്ട്സ് ഇത് കാണിച്ചു കൊടുത്തിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ലൂസിഫർ കണ്ടുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പോലും ലൈക്ക എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു കമ്പനി എന്ന് പറഞ്ഞ ഇവര് കൂടെ വെക്കുന്ന പ്രൊഡക്ഷൻ ഹൗസ് വൻ ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും സ്വീകരിക്കാൻ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ സമയത്ത് നിന്നോട് ആര് പറഞ്ഞാലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ കുറച്ച് ഉണ്ണാക്കന്മാർ എല്ലാവരും എന്താ പറയണത്, എന്ത് പറഞ്ഞാലും തെറി പറയാനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ല കമന്റില്. നീയൊക്കെ ആരുടെ, നിനക്ക് വേറെ പണിയില്ലെങ്കിൽ ചോദിക്കുന്ന ആൾക്കാർ. നമ്മൾ പറഞ്ഞ് സത്യമായിട്ടുണ്ട് ഉവേ എന്നാണ് പറയാനുള്ളത്. അതിന് മുമ്പ് 2-3 അപ്ഡേറ്റ് ആളുകൾ ചോദിച്ചിരുന്ന അപ്ഡേറ്റ് ആണ് അതിനെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്. ഒന്ന് കണ്ണപ്പനെ കുറിച്ചാണ്. കണ്ണപ്പനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കണ്ണപ്പയിൽ കിടിലൻ ഇൻട്രോ BGM ആണ്. ലാലേട്ടന് 60 ചെണ്ടയ്ക്ക് വെച്ചൊരു ഗംഭീര ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റീഫൻ ദേവസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ വൻ തള്ളായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് തിയേറ്റർ കുലുമെന്നും പറഞ്ഞിരുന്നു. കുലുക്കലൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല. വേറെ അവിടെ കേട്ടെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അതുകൊണ്ട് കൂടുതൽ കണ്ണപ്പനെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ ലാലേട്ടൻ അതിൽ പൈസ ഒന്നും മേടിക്കേണ്ട അഭിനയിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒരു അവരാവശ്യപ്പെട്ടു എന്നാ ചെയ്തേക്കാന്നൊരു സഹായം ചെയ്ത പോലെ അത്രേ ഉള്ളൂ. അതിനേക്കാൾ മുകളിലേക്ക് കണ്ണപ്പ പറഞ്ഞ സിനിമയെ ഞാൻ നോക്കി കാണുന്നില്ല. അടുത്തത് ടോക്സിക്കിനെ പ്രശംസിച്ചു ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ യാഷ് ഗീതു മോഹൻദാസ്. ചിത്രം ടോക്സിക് ഒരു മികച്ച ചിത്രം എന്ന അഭിപ്രായമായി ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ ജെ പെറി, നല്ല പേര്, പെറി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോക്സിക് എന്ന് പറഞ്ഞാൽ ഗീതു മോഹൻദാസ് ആണ് ഡയറക്ടർ ചെയ്യുന്നത്. മലയാളിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ കാണുന്നത്. അതിനേക്കാൾ ഉപരി KGF ശേഷം യശ് നായകനായിട്ട് വരുന്ന ചിത്രം, അങ്ങനെ വൻ പ്രതീക്ഷയാണ്. അപ്പൊ എന്തായാലും ആക്ഷൻ ഒന്നും ഒരു രക്ഷ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അതല്ല പറയില്ല, കൈദി 2 വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കൈദി 2 ഔട്ട്, ഇരുമ്പ് കൈ മായാവി ഇൻ എന്ന് പറഞ്ഞിട്ട് കൈദി 2 ഷൂട്ട് ഹാസ് ബീൻ പുഷ്ഡ് അഗൈൻ ടു April 2026. ബിഫോർ returning to Kaidi 2, Lokesh Kanagaraj is planning to take on another big film after Coolie, and that film might just be with Amir Khan, his dream project ഇരുമ്പ് കൈ മായാവി. അമീർ ഖാനുമായിട്ടെന്ന് പറയുമ്പോൾ സൂര്യനെ ഒഴിവാക്കി എന്നൊക്കെ കൊണ്ട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അമീർ ഖാൻ അതിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രം. പിന്നെ LCUവിന്റെ പേരും പറഞ്ഞ് ഇയാള് ഭയങ്കരമായിട്ട് നമ്മളെ മിസ്യൂസ് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും നീട്ടി ആദ്യം LCU തീരല്ലാണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പൊ അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെ ചെറിയ ചെറിയ സാധനങ്ങളേ ഉള്ളൂ. നമ്മളതൊന്നും ഇപ്പൊ നോക്കുന്നില്ല. കാരണം നമുക്ക് പറയാനുള്ളത് ഒരു കിടിലൻ സാധനമാണ് എംപുരാൻ. എംപുരാനെ കുറിച്ച് പറയാണ്ട് വേറെ എന്താണ് നമ്മൾ പറയുക? എംപുരാനെ കുറിച്ച് കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ട്, കുറച്ച് തോനെ, എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ല 2 സംഭവങ്ങൾ പറയാനുണ്ട്. ആദ്യത്തേത് ഒരു ചെറിയ ഇടവേള. ലാലേട്ടൻ എംപുരാന്റെ പ്രൊമോഷൻ കഴിഞ്ഞ ലൊക്കേഷനിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ കംപ്ലീറ്റ്ലി സത്യനന്ദിക്കാട് മൂവി ആയിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. ഇനി മുഴുവനായിട്ടും എംപുരാന്റെ പ്രൊമോഷൻസിലേക്കാണ്. ഇന്നലെ വരെ മാറും ഇന്ന് മാറും എന്നൊക്കെ രീതിയിലുള്ള കൺഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒഫീഷ്യലി പുള്ളിക്കാരൻ അതിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. സോ ഇനി പ്രൊമോഷൻ വർക്കിലേക്ക്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി 2 ഇതിന്റെ കൂടെ പറയാനുള്ളത്, ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ലൈക്കയാണ് പ്രോബ്ലം, ലൈക്കയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തപ്പോൾ കുറെ ആളുകൾ എന്റെ അജത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, ലൈക്ക പിന്മാറി. എന്താണ് കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്മാറിയ ശേഷം ഗോകുല മൂവീസ് ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അതും നമ്മൾ പറയുന്നതാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടായ്മയിൽ ഒരുങ്ങുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ചിത്രം L2 എമ്പുരാനിൽ തമിഴ് നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും സുഭാസ്കരന്റെ ലൈക്കയും ചേർന്നായിരുന്നു നിർമ്മാണം. ലൈക്ക നിർമ്മാണത്തിൽ നിന്നും പിന്മാറുന്നതും ഗോകുലം ഗോപാലിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കും എന്നാണ് ഏറ്റവും പുതിയ ലഭ്യമായ വിവരം. എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പൊക്കെ വന്നിട്ടുള്ള വാർത്തകളാണ്. എന്നാൽ
അതിലേക്ക് വരാൻ ഒഫീഷ്യൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അടുത്തത്, എമ്പുരാൻ റിലീസ് മാറ്റില്ല. എല്ലാവരുടെയും ഡൗട്ട് ആയിരുന്നു 27-ാം തീയതി നിന്ന് റിലീസ് മാറ്റുമോ, ഏപ്രിലേക്ക് ഡേറ്റ് ആക്കുമോ എന്നൊക്കെ. നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് മാറ്റാൻ സാധ്യതയില്ല. ഏപ്രിൽ 10 ബസൂക്ക് വരുന്നുണ്ട്, ബസൂക്കയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അതിന് യാതൊരു ചാൻസും കാണുന്നില്ല. മാത്രമല്ല ഈ കറക്റ്റ് ആയിട്ട് 27-ാം തീയതി തന്നെ ചിത്രം വരും എന്നുള്ളതാണ്. അതല്ലാതെ നമ്മുടെ സൈജു കുറുപ്പിന്റെ ഒരു മൂവി ഉണ്ടല്ലോ, അഭിലാഷമാണോ എന്താണ്, എന്തായാലും ആ സിനിമ 27-ാം തീയതി വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു എന്ത് ധൈര്യത്തിലാണ് മാർച്ച് 27-ാം തീയതി റിലീസ് വെച്ചിരിക്കുന്നതും എമ്പുരാന്റെ കൂടെ, സോ എമ്പുരാൻ മാറ്റുന്നുള്ളത് ഉറപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല, പുള്ളി അത് റിലീസ് ചെയ്തു. അവർക്ക് അവരുടേതായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാവും. അല്ലാതെ എമ്പുരാൻ മാറ്റുന്നത് കണ്ടിട്ടൊന്നുമല്ല. ഒരു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി മക്കളെ. എമ്പുരാൻ മാർച്ച് 27-ന് റിലീസ് ആവും എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിത്രം മാർച്ച് 27-ന് തന്നെ തിയേറ്ററുകളിൽ എത്തും എന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാജേഷ്, പുള്ളിക്കാരനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിരാമം, എമ്പുരാൻ മാർച്ച് 27-ന് തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി രാജേഷ് ക്യൂ സ്റ്റുഡിയോസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത അതിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതല്ലാതെ എന്താണ് ഇത്ര തോനെ പറയാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരൊറ്റ മിനിറ്റ്. അതായത് കുറച്ചു മുമ്പ്, ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പ് പൃഥ്വിരാജ് തന്നെ ഒഫീഷ്യലി ഇട്ടിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പിന്മാറ്റത്തിനെ കുറിച്ച്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. ആദ്യം നമുക്ക് ആ ഒരു പോസ്റ്ററിൽ എന്തൊക്കെയുണ്ട് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ സ്വന്തം ലാലേട്ടൻ അങ്ങനെ മുഖമുയർത്തി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന പോലെ അവിടെ നിൽക്കുന്നുണ്ട്. തൊട്ട് ബാക്കിൽ പൃഥ്വിരാജ് സുകുമാരൻ, അപ്പുറത്ത് നമ്മുടെ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ടൊവിനോ തന്നെയല്ലേ, പിന്നെ തൊട്ടു മുമ്പിൽ നമ്മുടെ തേവടാർ, മറ്റേ ഫോഴ്സിന്റെ പട്ടാളക്കാരി, ആൻഡ് ജെറോം ഫ്ലിന്റെ ഡ്രസ്സ് കണ്ടിട്ട് പക്ഷെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു വക്കീലൊക്കെ നിൽക്കുന്ന പോലത്തെ ഫീൽ, എങ്ങനത്തെ സാധനം ഇട്ട പോലെ ഫീൽ ചെയ്തു. അത് എനിക്കിതിനെ കുറിച്ച് അറിയായിട്ടായിരിക്കും കേട്ടോ, അത് ഇങ്ങനത്തെ കൂട്ടുണ്ടാവും നമ്മളിത് അവിടെ കാണാൻ. അപ്പൊ എന്തായാലും കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്തു എനിക്ക്. ബട്ട് സ്റ്റിൽ നമുക്കറിയാലോ, ഇത് എന്താണെങ്കിലും ജെറോം ഫ്ലിൻ പുള്ളി നിൽക്കുമ്പോൾ കിട്ടുന്ന സ്വാഗ് എന്തായിരിക്കും. എന്റെ മോനെ ഒന്നും വേണ്ട, ജോൺ വിക്കിൽ ഒരു സീൻ ഉണ്ട്, ഒരു ബാറിൽ വെച്ചിട്ട് ജസ്റ്റ് ജോൺ വിക്കിനോട് സംസാരിക്കാൻ സാധനമൊക്കെ വെറുതെ അവിടെ നിന്ന് എണീറ്റിങ്ങനെ സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു സ്ക്രീൻ പ്രസൻസ് എന്താണെന്ന് അറിയാം. ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഭയങ്കരമാണ്. പുള്ളിക്കാരൻ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞ ശേഷം ജോൺ വിക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും എംബ്രാനിൽ ജെറോം ഫ്ലിൻ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് കുറെ ആ കട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒരുപാട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ഗെയിം ഓഫ് ത്രോൺസ് കാണുക, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും വേണ്ട. കിട്ടുകലം ക്യാരക്ടറാണ്. ആരുടെ പറയണേ, എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ അയാളെ പേരെന്താ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പുള്ളിക്കാരൻ ഉണ്ട് ഇവിടെ. ആൻഡ് ഈ സൈഡിൽ നമ്മുടെ വില്ലൻ, മിക്കവാറും L2-ലെ വൺ ഓഫ് ദി മെയിൻ വില്ലന്മാരിൽ ഒരാൾ ഇയാളായിരിക്കും, അതിലൊരു ഡൗട്ടും ഇല്ല. ആൻഡ് പുള്ളിന്റെ പോസ്റ്റർ വന്നപ്പോഴേക്ക് നമുക്കറിയാം ഒരു തെലുഗു കന്നഡ സിനിമയിൽ കാണുന്ന അത്തരം വില്ലന്മാരെ പോലെ തന്നെയാണ് കാണാനുള്ളത്. പിന്നെ പൃഥ്വിരാജിന്റെ കുടുംബം ഭയങ്കരമായിട്ട് ഇതുപോലത്തെ അക്രമം നേരിടുന്നുണ്ട്. അതിലൊരു പ്രധാന കാരണം ഇയാളായിരിക്കാനാണ് സാധ്യത. അയാളെ മിക്കവാറും നമ്മുടെ AK തീർത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എബ്രഹാം ഖുറൈശി തീർത്തിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ താഴത്തേക്ക് പോസ്റ്റ് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ടീം L2E എംപുരാൻ is delighted to announce our association with the trailblazing market leaders Gokulam Movies to bring this magnum opus to the screens. A special thanks to Sri Gokulam Gopalan for showing immense faith and confidence in our team and the film we have created. 27th of March 2025, Empuran, the second installment of the Lucifer franchise, hits theatre worldwide. Stay tuned for further details. ഇപ്പൊ അതിനൊരു തീരുമാനമായല്ലോ. മാർച്ച് 27-ാം തീയതി 2025, ഈ വരുന്ന മാർച്ച് 27-ാം തീയതി ചിത്രം തിയേറ്ററിൽ ഇറങ്ങിയിരിക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറക്ടർ തന്നെ അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ഇനി ആരും അയിമ വന്നുണ്ടാക്കാൻ നിൽക്കണ്ട. കാരണം ഭയങ്കര കുരുപൊട്ടലാണ്. ഏതൊക്കെയാ ഭാഗത്തുകൂടെ എങ്ങനെയൊക്കെ കുരുപൊട്ടുന്ന ഒരു പേടിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം, മലയാള സിനിമയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിനിമ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രതീക്ഷ വരുന്നത്. അവിടെ ഇനി കമന്റിൽ വന്ന് കുറെ ആളുകളുണ്ടാവും, നിങ്ങളൊക്കെ ഒരുപാട് ഇതിന് വലുതാക്കി വെക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആരും ഇത് വലുതാക്കി വെക്കേണ്ടതില്ലെന്ന് എത്രയോ തവണ പറഞ്ഞു. ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. കാരണം ഈ ജെറോം ഫ്ലിനെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷ കൂടെ ഉള്ളൂ. അതിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവര് മനഃപൂർവ്വം ഇതിനേക്കാൾ എത്രയോ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതിന്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇതിന്റെ ഹൈപ്പ് കൊണ്ടുവെക്കാമായിരുന്നു. പക്ഷെ ഇതിന്റെ അടിയിൽ ലൈക്ക പ്രൊഡക്ഷൻസിലുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് അതിനൊരു കമ്മി കെട്ടിയിട്ടുണ്ട്. പക്ഷെ എമ്പുരാനാണ്, ഒരൊറ്റ ദിവസം മതി, ഒരൊറ്റ ട്രെയിലർ മതി കളി മൊത്തം മാറാൻ.
എത്ര നമ്മൾ ഒതുക്കി വെച്ചാലും ഇതിന്റെ ഹൈപ്പ് ഒന്നും പിടിച്ചു നിർത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ എന്തായാലും നല്ല രീതിയിലുള്ള വിജയമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇനി അപ്പൊ March 27 ഇത് വരും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞ പോലെ ലൈക്കയുടെ ഇന്ന് പ്രശ്നം അല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളും സിനിമയിലില്ല. ഇവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ആശീർവാദും ഗോകുലം മൂവീസും കൂടെ വരുന്നതോടുകൂടി ഇതിന്റെ പരിപാടി ഭയങ്കരമായിട്ട് വിപുലമാകും എന്ന് വിചാരിക്കാം. പിന്നെ ലൈക്കയുടെ കാര്യത്തിൽ കുറെ ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് അങ്ങനെ പിന്മാറി എന്നൊക്കെ പറഞ്ഞ പ്രശ്നമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ആക്ച്വലി പൃഥ്വിരാജ് ഇതിന് മുമ്പ് ഏതാണ് സിനിമ കറക്റ്റ് ഓർമ്മയില്ല, എന്തിന്റെയോ ഒരു അല്ല ഇത് തന്നെയാണ് എമ്പുരാന്റെ ഓഡിയോ ലോഞ്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ടീസർ ലോഞ്ചോ എന്തോ നടന്നല്ലോ ഫംഗ്ഷൻ. ആ സമയത്താണ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു വിടാമുയർച്ചിനെ കുറിച്ചും. ആ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് വിടാമുയർച്ചിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ സംസാരിക്കുന്ന സമയത്തും അത് കഴിഞ്ഞിട്ട് ലൈക്ക പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടാണ്, അതിൽ ഞാൻ എങ്ങനെ ഭാഗമാകാം, ഞങ്ങൾക്ക് എങ്ങനെ ഭാഗമാകാൻ പറ്റും ചോദിച്ച് ഇങ്ങോട്ടൊരു അവസരം ചോദിച്ചിട്ട് അങ്ങനെ കൊടുത്തതാണ്. അതായത് നമ്മള് അവര് തേടിപ്പിടിച്ചു പോയി അങ്ങനെ ആയതല്ല, ഇങ്ങോട്ട് സഹായം ചോദിച്ചു വന്നതാണ്. ആൻഡ് അവര് കാരണം ബുദ്ധിമുട്ടുക, ഇതിന്റെ പ്രൊമോഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഡൗൺ ആവുക, മറ്റു കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ അവരെന്നെ മനഃപൂർവ്വം ഇരുന്ന് പിന്മാറുകയും ചെയ്തു, പകരം ഗോകുലം മൂവീസ് വരികയും ചെയ്തു. എന്തൊരു പെട്ടെന്നാണ് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ട് 2-3 ദിവസം ഒരു അപ്ഡേറ്റ് ഇല്ല, കുറച്ച് ദിവസങ്ങൾ അപ്ഡേറ്റ് ഒന്നുമില്ല. ഇത്രയും വലിയൊരു സിനിമ എന്തൊരു പെട്ടെന്നാണ് ഇതിന്റെ പ്രശ്നം അവർ ക്ലിയർ ചെയ്ത് ആ സ്ഥാനത്തേക്ക് മറ്റൊരു ആള് പെട്ടെന്ന് കയറി വന്നത്. അപ്പൊ ആ പടം നല്ല പടം തന്നെ ആയിരിക്കും നമുക്ക് വിചാരിക്കാം. ആൻഡ് ഇതിനേക്കാളൊക്കെ ഉപരി ലാസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും പറയാനുള്ളത്, ഈ പടത്തിന് ഒറ്റയ്ക്കുള്ള ഒരു ഹൈപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മളായിട്ട് ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. എല്ലാ സമയത്തും മിക്ക വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ കാണാൻ പോകുന്നത് ലൂസിഫറിന്റെ 2ാം ഭാഗം കാണാനാണ്. ലൂസിഫർ എന്തായിരുന്നു ആ രീതിയിലൊരു പടം കിട്ടിയാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ്. ആ മൈൻഡോട് കൂടി പോവുക. ഇതിനപ്പുറത്തേക്ക് പല വലിയ നടന്മാരെയും പറയുന്നുണ്ടെങ്കിലും കിട്ടിയതിന് വലിയ കാര്യം, ബാക്കിയുള്ളതൊക്കെ അപ്പ കാണാന്നുള്ളൊരു മൈൻഡിൽ മാത്രം പോവുക. എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാണാം, കാണുന്നവരെ.